മത്സ്യങ്ങളെ അലങ്കാരത്തിനായും വിൽപ്പനയ്ക്കായും വളർത്തുന്നവരുണ്ട്. അലങ്കാരത്തിനായി വളർത്തുന്നവർ പരിമിതമായ സ്ഥലത്ത് ഒരു നേരമ്പോക്ക് എന്ന വണ്ണം വളർത്തുന്നു. മറിച്ച് വിൽപ്പനയ്ക്കായി വളർത്തുന്നവർ വലിയ കുളമോ പാടമോ സജ്ജീകരിച്ച് വൻതോതിൽ ലാഭം മുൻനിർത്തി കൃഷി ചെയ്യുന്നു. എന്നാൽ നേരമ്പോക്കിനും അലങ്കാരത്തിനായും വൻതോതിൽ മത്സ്യകൃഷി നടത്തുകയാണ് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ പഞ്ചായത്തിലെ ആർ ലളിതാംബരൻ എന്ന മുൻ പൊതുമരാമത്ത് വകുപ്പ് ജീവനക്കാരനായ ഇദ്ദേഹം. പൊതുമരാമത്ത് വകുപ്പിൽ ജോലിയുണ്ടായിരുന്ന ഇദ്ദേഹം മാതാപിതാക്കളെ സംരക്ഷിക്കുവാനും വീട്ടുകാര്യങ്ങൾ നോക്കുവാനും വേണ്ടി വളരെ കാലം മുൻപേ ജോലി ഉപേക്ഷിച്ചു. ഒരു കർഷക കുടുംബത്തിലെ അംഗമായിരുന്ന ഇദ്ദേഹം അതിനുശേഷമാണ് മാനസിക ഉല്ലാസത്തിനും ഒരു നേരമ്പോക്കിനുമായി മീൻവളർത്തൽ തുടങ്ങിയത്. എല്ലാവരും സർക്കാർ ജോലി പ്രതീക്ഷിച്ച് നടക്കുമ്പോൾ അതുപേക്ഷിച്ച് കൃഷിയിലേക്ക് തിരിഞ്ഞ ചരിത്രമാണ് ഇദ്ദേഹത്തിൻ്റേത്. ഇന്ന് മനസ്സിനിണങ്ങിയ ജോലി ഒരു വിനോദമായി ഇദ്ദേഹം ചെയ്യുന്നു. അതിൽ ആനന്ദം കണ്ടെത്തുന്നു. വീടിനോട് ചേർന്ന് തന്നെയുള്ള 50 സെന്റ് കുളത്തിലാണ് മീൻ കൃഷി ചെയ്യുന്നത്. ഇരുപത്തിയഞ്ച് വർഷത്തോളം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം ഇദ്ദേഹം മത്സ്യകൃഷി നടത്താൻ യോഗ്യമാക്കിയെടുത്തു. കട്ല, രോഹു, കരിമീൻ തുടങ്ങിയ ശുദ്ധജല മത്സ്യങ്ങളും ചെങ്കൊടിക്കോര പോലുള്ള കായൽ മത്സ്യങ്ങളെയും ഇദ്ദേഹം ഈ കുളങ്ങളിൽ വളർത്തുന്നു. മത്സ്യകൃഷി തുടങ്ങിയ ശേഷം ഈ പരിസരത്ത് കൊതുകുകൾ ഗണ്യമായി കുറഞ്ഞു. കൃഷിയില്ലാതെ കിടന്ന കുളത്തിൽ കൂത്താടികൾ പെരുകിയിരുന്നത് മീൻ വളർത്തലിലൂടെ ഇല്ലാതായതാണ് ഇതിന് കാരണം. തേങ്ങാപ്പിണ്ണക്ക്, ചോറ്, തവിട് എന്നിവയാണ് മീനുകളുടെ തീറ്റ. 2 നേരമാണ് തീറ്റ കൊടുക്കുന്നത്. രാവിലെ വെയിലുറയ്ക്കുന്നതിന് മുൻപേ തീറ്റ കൊടുക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ രീതി. വെയിൽ വന്നു കഴിഞ്ഞാൽ മീനുകൾ തീറ്റ തിന്നാൻ വെള്ളത്തിനു മുകളിലേക്ക് വരികയില്ല എന്ന് ഇദ്ദേഹം പറയുന്നു. കുളങ്ങളുടെ പരിസരം വൃക്ഷങ്ങളാൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കിളികളും ഇവിടുത്തെ അന്തേവാസികളാണ്. അതിഥികളായി എത്തുന്ന പക്ഷികൾക്ക് വെള്ളവും തീറ്റയും കൊടുക്കുന്നതിലും ലളിതാംബരൻ കൂടുതൽ ശ്രദ്ധിക്കുന്നു. കുളത്തിനു ചുറ്റും വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്നതിനാൽ ശുദ്ധവായുവും ഇവിടെ ലഭിക്കുന്നു. വൃക്ഷത്തലപ്പുകളിൽ ചേക്കേറുന്ന പക്ഷികളുടെയും മറ്റും വിസർജ്യ വസ്തുക്കൾ മത്സ്യങ്ങൾക്ക് തീറ്റയായി മാറുന്നു. അതുവഴി സമ്മിശ്ര കൃഷിയുടെ സാധ്യതയും ഇദ്ദേഹം ഒരുക്കുന്നു. ഇവിടെ കുളത്തിനു ചുറ്റും ജൈവവേലിയും നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് ക്ഷുദ്രജീവികൾ ഇവിടേക്ക് വരുന്നത് തടയാനും കൂടാതെ ജൈവ സന്തുലിതാവസ്ഥ നിലനിർത്താനും ഇത് സഹായിക്കുന്നു. ഫിഷറീസ് വകുപ്പും പഞ്ചായത്തും ഇദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായി കൂടെ തന്നെയുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് മീൻകുഞ്ഞുങ്ങളെ നൽകിക്കൊണ്ടും സബ്സിഡിയും വേണ്ട ഉപദേശങ്ങളും സമയാസമയങ്ങളിൽ ഫിഷറീസ് വകുപ്പ് നൽകി വരുന്നു.
ഫിഷറീസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്തത്. ഫിഷറീസിൻ്റെ നല്ല സഹകരണങ്ങളുണ്ട്. അവരുടെ മത്സ്യക്കുഞ്ഞുങ്ങളെ അവർ തരാറുണ്ട്. പിന്നെ അവരിവിടെ വന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാറുണ്ട്. പിന്നെ ആദ്യകാലത്ത് ഞാൻ നടത്തിയത് കൊഞ്ച് കൃഷിയായിരുന്നു. കൊഞ്ച് കൃഷി നല്ല രീതിയിലായിരുന്നെങ്കിൽ തന്നെയും അത് ചില പ്രശ്നങ്ങൾ കാരണം അത് ഞാൻ നിർത്തി. പിന്നീടാണ് ഈ മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത്. ഫിഷറീസിൽ നിന്ന് നമുക്ക് കട്ല, രോഹു, പിന്നെ വന്നിട്ട് മറ്റ് മീനുകളെ തരാറുണ്ട്. സൗജന്യമായിട്ടാണ് ഈ മീനുകളെ തരുന്നത്. അതിന് തരുന്ന തീറ്റയുടെ സബ്സിഡി ഉണ്ട് നമുക്ക്. പിന്നെ കൂടാതെ അവരുടെ എല്ലാം നല്ല സഹകരണങ്ങൾ, ഫിഷറീസിലെ സിവി സാറാണെങ്കിലും മറ്റെല്ലാവരും ഇവിടെ വരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർ തോമസ് കുട്ടിയാണ്. തോമസ് കുട്ടി ഇവിടെ വന്ന് വേണ്ട നിർദ്ദേശങ്ങൾ തരാറുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണിത്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ മെനക്കെട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രയോജനമാണ്. ഒരു കിലോ തൂക്കമാകുമ്പോഴേക്കും മീനുകൾ വിൽക്കാൻ തുടങ്ങി. മത്സ്യങ്ങളെ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റിയാണ് വിൽപ്പന. പരിസരവാസികൾ തന്നെയാണ് ഇവയുടെ ഗുണഭോക്താക്കൾ. അതുകൊണ്ട് തന്നെ വിപണി തേടി പോകേണ്ടതില്ല. മീനുകൾക്ക് നല്ല വില ലഭിക്കാറുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. കട്ല, രോഹു തുടങ്ങിയ മീനുകൾക്ക് കിലോയ്ക്ക് 150 രൂപയും കരിമീന് കിലോയ്ക്ക് 350 രൂപ നിരക്കിലും വില കിട്ടുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. തിരുവറ്റ ഗ്രാമപഞ്ചായത്തിൽ കാർഷികപരമായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ശുദ്ധജലം മത്സ്യകൃഷി എന്നുള്ള നിലയിൽ ഈ ലളിതാംബരനെ പോലുള്ള കർഷകർ വളരെ അത്ഭുതപരമായുള്ള ഒരു മത്സ്യ വളർത്തലാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഈ പ്രദേശത്ത് ശുദ്ധജല ക്ഷാമം ഉള്ള ഒരു പ്രദേശമാണ്. എങ്കിൽ പോലും വളരെ വൃത്തിയായി ഏകദേശം 50 സെൻറ്റോളം കുളം ഉണ്ടാക്കി അദ്ദേഹം വളരെ മനോഹരമായി ശുദ്ധജല മത്സ്യകൃഷി നടത്തുന്നു. അദ്ദേഹം ഈ രംഗത്ത് അദ്ദേഹത്തിന് മാനസിക ഉല്ലാസവും അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള സാമ്പത്തികവും ഇതിൽ നിന്ന് ലഭിക്കുന്നു അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ലളിതാംബരൻ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മാനസിക ഉല്ലാസത്തിനും അദ്ദേഹത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഈ ശുദ്ധജല മത്സ്യകൃഷി അദ്ദേഹത്തിന് ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത് മറ്റുള്ള കർഷകർക്കും ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കുമൊക്കെ ഒരു പ്രചോദനമാണ് ഈ ലളിതാംബരൻ്റെ ഈ ശുദ്ധജല മത്സ്യകൃഷി. ലളിതാംബരം പോലുള്ള കർഷകരെ തീർച്ചയായിട്ടും തിരുവറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അനുമോദിക്കുകയാണ്. മീൻ കുഞ്ഞുങ്ങളെയും വിൽക്കാറുണ്ട്. പലപ്പോഴും സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും സൗജന്യമായാണ് മീനുകളെ ഇദ്ദേഹം കൊടുക്കുന്നത്. വലയിട്ട് ഞാൻ മീനെ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. കരിമീൻ്റെ കുഞ്ഞുങ്ങളെ ഒരെണ്ണത്തിന് 10 രൂപയ്ക്ക് കൊടുക്കും, ചിലത് 7 രൂപയ്ക്ക് കൊടുക്കും, അങ്ങനെ കൊടുക്കാറുണ്ട്. മീനുകളെ വിൽക്കുമെങ്കിലും ഇതിന്റെ രുചി എന്ത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് അറിയില്ല. കാരണം ഇദ്ദേഹം ഈ മീനുകൾ കഴിക്കാറില്ല. സ്വന്തമായി വളർത്തുന്ന മത്സ്യങ്ങളെ ഭക്ഷിക്കാൻ ഇദ്ദേഹത്തിന് മനസ്സു വരാറില്ല എന്നതാണ് കാരണം. രാവിലെ വൈകിട്ടും ഞാൻ പോയി ഇങ്ങനെ മീന് തീറ്റ കൊടുത്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ഈ മീനെ ഒന്നും ഞാൻ പിടിച്ച് തിന്നാറില്ല. അതൊരു വലിയൊരു ബുദ്ധിമുട്ട് പോലാണ്. അത് കാരണം ഞാൻ ഇതിനെ തിന്നത്തില്ല. പിന്നെ ഇങ്ങനെ പോയിരുന്ന് രാവിലെയും വൈകിട്ടും നോക്കിയിരിക്കും തീറ്റ കൊടുത്തേച്ച്. അത് വന്ന് ഇങ്ങനെ തീറ്റ തിന്നുന്ന കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെയാണ്. ഭാര്യയുടെ വിയോഗത്തിനു ശേഷം ഏകനായി വീട്ടിൽ കഴിയുന്ന
ഇദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഇവിടുത്തെ വളർത്തു മത്സ്യങ്ങൾ. വിനോദത്തിനും നേരം പോക്കിനുമായി തുടങ്ങിയ മത്സ്യകൃഷി ഇദ്ദേഹത്തെ പ്രശസ്തനുമാക്കി. രണ്ടായിരത്തി 2015 മികച്ച ജില്ലാതല ശുദ്ധജല മത്സ്യ കർഷകനുള്ള പുരസ്കാരം ലളിതാംബരനെ തേടിയത്. മത്സ്യകൃഷിയിൽ ഒരു കാർഷിക വൃത്തിയാണെങ്കിൽ പോലും ഇതിൽ ഒരിത്തിരി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല പ്രാധാന്യം ഈ കുളം, വലിയ വലിയ കുളങ്ങളുള്ളതുകൊണ്ട് തണ്ണീർത്തടങ്ങളായിട്ട് ഈ കുളം സൂക്ഷിക്കുന്നു. അതിനോട് ഇതിൻ്റെ ചുറ്റുപാടും ഇവിടെ തന്നെ ഈ ലളിതാംബരൻ്റെ കുളത്തിന് ചുറ്റുപാട് ധാരാളം മരങ്ങൾ വെച്ചുകൊണ്ട് ഈ മരങ്ങളുടെ വേരുകൾ ഇതിലൊക്കെ ഇറങ്ങി ചുറ്റുപാടും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഈ നമ്മുടെ കരുവേട്ട ഗ്രാമപഞ്ചായത്തിൽ ഒത്തിരി കാവ്, ഇദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ തന്നെ ഒരു നല്ല ചെറിയ കാവുണ്ട്. ഈ കാവും കുളങ്ങളും സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ മത്സ്യകൃഷിയും അല്ലെങ്കിൽ നമ്മുടെ നെൽവയലുകളൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മുടെ ഒരു തണ്ണീർത്തടങ്ങളായിട്ട് തന്നെ വാസ്തവത്തിൽ ഇതൊരു ഭൂഗർഭജലം ധാരാളം ഉണ്ടാകുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പം മത്സ്യകൃഷി ഇതിൽ പരമപ്രധാനമായി നിൽക്കുന്നു. ഈ മത്സ്യകൃഷി ചെയ്യുമ്പോൾ ആദായം വർദ്ധിക്കുക മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ മത്സ്യക്കുളങ്ങളും തണ്ണീർത്തടങ്ങളും ഒക്കെ ആയി ഇവിടെ മാറട്ടെ എന്ന് അതിനുള്ള പ്രവർത്തനങ്ങൾ ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുകയാണ്. കൃഷിയില്ലാത്ത സ്ഥലം നിരപോക്കിനായി മത്സ്യക്കുളവും അതിനൊപ്പം തന്നെ ഒരു ജൈവ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. വിനോദം മാത്രമല്ല, വിപണിയിലും നല്ല വരുമാനം നേടിത്തരുന്ന ലളിതാംബരന്റെ ഈ മത്സ്യകൃഷി മറ്റു കർഷകർക്ക് ഒരു മാതൃകയാണ്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। CIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अपनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാലകൃഷി ശാസ്ത്ര കോൺഗ്രസ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ക്ഷീര കർഷകർക്ക് 2 ദിവസത്തെ പരിശീലന പരിപാടി. വാർത്തകൾ വിശദമായി. 7ാമത് ബാലകൃഷി ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് ജവഹർ ബാലഭവനിൽ നടന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ, പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ കൃഷിയിൽ തൽപരരായ വിദ്യാർത്ഥികളുടെ പ്രബന്ധാവതരണങ്ങൾ, കൃഷിയിലെ നൂതന കണ്ടെത്തലുകൾ, പഠനങ്ങൾ തുടങ്ങിയവയോടൊപ്പം പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
മികച്ച ബാലകൃഷി ശാസ്ത്രത്തിന് പ്രശസ്തി പത്രവും ഫലകവും സമ്മാനിക്കും. കൃഷിശാസ്ത്ര കോൺഗ്രസ് നാളെ സമാപിക്കും. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 17, 18 തീയതികളിൽ വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ, 19, 20 തീയതികളിൽ ആട് വളർത്തൽ, 21 കാട വളർത്തൽ എന്നീ വിഷയങ്ങളിൽ സൌജന്യ പരിശീലനം നടത്തുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 കർഷകർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048292342323. ശുദ്ധമായ പാലുൽപ്പന്നം സംബന്ധിച്ച് ക്ഷീര കർഷകർക്ക് 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കോട്ടയം ഈരയിൽ കടവിലുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാടപ്പള്ളി ബ്ലോക്ക് പാലമറ്റം ക്ഷീരസംഘത്തിൽ വെച്ച് ഈ മാസം 11-നും 12-നുമാണ് പരിശീലനം നടത്തുന്നത്. പങ്കെടുക്കുന്ന കർഷകർക്ക് ഡെയിലി ബാറ്റ നൽകുന്നതാണ്. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. 0482302223. മറ്റൊരു നമ്പർ 9446336335. പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്തെ ശ്രീവരാഹം വനിതാ സമിതിയിൽ വനിതകൾക്ക് നാളെ 10 മണിക്ക് ഏകദിന പരിശീലനം നൽകുന്നു. കാർഷിക സർവകലാശാലയിൽ നിന്നും വിരമിച്ച വനിതാ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. ക്ഷീരവികസന വകുപ്പിന്റെ തിരുവനന്തപുരത്തുള്ള വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാമിൽ നിന്ന് ക്ഷീര കർഷകർക്ക് മേൽത്തരം പുൽത്തൈകൾ ഈ മാസം 13 വരെ വിപണനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 047125011706. പത്തനംതിട്ട ചെന്നീർക്കര കൃഷിഭവനിൽ ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ തൈകൾ 5 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള കർഷകർ കൃഷിഭവനുമായി നേരിട്ട് ബന്ധപ്പെടുക. തൃശൂരിലെ രാമവർമ്മപുരത്തുള്ള മിൽമ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ പോത്തു വളർത്തലിൽ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487269589. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,900 രൂപ, കോഴിക്കോട് 11,900 രൂപ, തൃശൂർ 10,800 രൂപ. കൊപ്ര കൊച്ചി 7,325 രൂപ, കോഴിക്കോട് 7,650 രൂപ, തൃശൂർ 7,335 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 65,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,900 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലം 9,300 രൂപ, ഈറോഡ് 9,800 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,000 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,900 രൂപ, കൊപ്ര 7,325 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 65,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,900 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 245-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 425-നും 450-നും മധ്യേ. ജാതിപത്രി 500-നും 875-നും മധ്യേ. ഗ്രാമ്പു 725 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 13,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,000 രൂപ. ഒട്ടുപാൽ 9,600 രൂപ, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. മലബാർ മേഖലയിൽ കൊപ്രയ്ക്ക് നേരിട്ട ക്ഷാമം മില്ലുകാരെ നിരക്കുയർത്താൻ പ്രേരിപ്പിച്ചു. കൊപ്രയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ മില്ലുകാർ നടത്തിയ നീക്കം പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് നേട്ടമായില്ല. കോഴിക്കോട്, കൊച്ചി, തൃശൂർ മാർക്കറ്റുകളിൽ എണ്ണ സ്റ്റഡി നിലവാരത്തിലാണ്.
ഏലക്ക കർഷകരെയും സ്റ്റോക്കിസ്റ്റുകളെയും മോഹിപ്പിച്ച് ഉൽപ്പന്നം റെക്കോർഡ് കുതിപ്പ് കാഴ്ചവെച്ചു. ഇന്നലെ കിലോഗ്രാമിന് 1476 രൂപയിൽ കൈമാറ്റം നടന്ന മികച്ച ഇനത്തിന്റെ നിരക്ക് ഇന്ന് 1767 ഉയർന്നു. ശരാശരി ഇനങ്ങൾ കിലോ 1373 രൂപയിലാണ്. കൊച്ചി ലേലത്തിൽ മൊത്തം 72,456 കിലോ ഏലക്കയുടെ കൈമാറ്റം നടന്നു. റബ്ബർ മാർക്കറ്റ് കൂടുതൽ ചൂടുപിടിക്കുകയാണ്. മുഖ്യവിപണികളിൽ ഷീറ്റ് നേരിട്ട ക്ഷാമവും ആഭ്യന്തര വിദേശ അവധി വ്യാപാരത്തിലെ നിക്ഷേപ താൽപര്യവും നിരക്കുയർത്തി. ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികളും ഷീറ്റ് സംഭരിക്കാൻ മത്സരിക്കുകയാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.4, 22.1. കൊച്ചി 32.4, 22.8. ആലപ്പുഴ 30.7, 24. പുനലൂർ 30.5, 20. തിരുവനന്തപുരം 33.1, 23.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.